പ്രിയമുള്ളവരെ, വചനജ്വാല 1574 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ 22 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മളുടെ ക്രിസ്തുമസ് ഒരുക്കം ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുവാൻ നല്ല ഒരു കുംഭസാരത്തിനായി നമുക്കൊരുങ്ങാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 33 അധ്യായം 1 മുതൽ 24 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. സഹായത്തിന് അപേക്ഷ. നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുകയും ചെയ്തവനെ നിനക്ക് ദുരിതം. നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നിന്റെ നാശം സംഭവിക്കും. നിന്റെ വഞ്ചന തീരുമ്പോൾ നീ വഞ്ചിക്കപ്പെടും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. ഇടിമുഴക്കം പോലെയുള്ള നാദത്തിൽ ജനതകൾ ഓടുന്നു. അങ്ങ് എഴുന്നേൽക്കുമ്പോൾ ജനതകൾ ചിതറിപ്പോകും. കമ്പിളിപ്പുഴു തിന്ന് കൂട്ടുന്നത് പോലെ കൊള്ള മുതൽ വാരിക്കൂട്ടും. വെട്ടുകിളികളെ പോലെ അവർ അതിന്മേൽ ചാടി വീഴും. കർത്താവ് പുകഴ്ത്തപ്പെടുന്നു. അവിടുന്ന് ഉന്നതത്തിൽ വസിക്കുന്നു. അവിടുന്ന് സിയോനെ നീതിയും ധർമ്മനിഷ്ഠയും കൊണ്ട് നിറയ്ക്കും. അവിടുന്നാണ് നിന്റെ ആയുസിന്റെ ഉറപ്പ്. രക്ഷയുടെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. അതാ വീരന്മാർ പുറത്തു നിന്ന് നിലവിളിക്കുന്നു. സമാധാന ദൂതന്മാർ കൈപ്പോടെ കരയുന്നു. രാജവീതികൾ ശൂന്യമായി കിടക്കുന്നു. പതികനധികെ നടക്കുന്നില്ല. ഉടമ്പടികൾ ലംഘിക്കപ്പെടുന്നു. സാക്ഷികൾ വെറുക്കപ്പെടുന്നു. മനുഷ്യനെ കുറിച്ച് യാതൊരു പരിഗണനയും ഇല്ലാതായിരിക്കുന്നു. ദേശം ദുഃഖിച്ചു കരയുന്നു. ലെബനോൻ ലജ്ജയാൽ തളരുന്നു. ഷാരോൺ മരുഭൂമി പോലെയായി. ബാഷാനും കാർമലും തങ്ങളുടെ ഇല കൊഴിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. ഞാൻ എന്നെ തന്നെ ഉയർത്തും. ഇപ്പോൾ എനിക്ക് പുകഴ്ച ലഭിക്കും. നീ പതിരിനെ ഗർഭം ധരിച്ച് വൈക്കോലിനെ പ്രസവിക്കും. നിന്റെ നിശ്വാസം നിന്നെ തന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും. ജനതകളെ കുമ്മായം പോലെ നീറ്റും. അവർ വെട്ടി അഗ്നിയിലിടപ്പെടുന്ന മുള്ളുപോലെയാകും. വിദൂരസ്ഥരെ ഞാൻ എന്താണ് പ്രവർത്തിച്ചതെന്ന് ശ്രവിക്കുവിൻ. സമീപസ്ഥരെ എന്റെ ശക്തി അറിഞ്ഞുകൊള്ളുവിൻ. സിയോനിലെ പാപികൾ പരിഭ്രാന്തരായിരിക്കുന്നു. അധർമ്മികളുടെ വിറയൽ ഗ്രസിച്ചിരിക്കുന്നു. നമ്മിൽ ആർക്ക് ദഹിപ്പിക്കുന്ന അഗ്നിയോടൊപ്പം വസിക്കാനാവും? നിത്യജ്വാലയിൽ നമ്മിൽ ആർക്ക് ജീവിക്കുവാൻ കഴിയും? നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുവിൻ. കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധമുറപ്പിക്കും. അവന്റെ ആഹാരം മുടങ്ങുകയില്ല. അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച. രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടുകൂടെ നിന്റെ കണ്ണുകൾ ദർശിക്കും. വിദൂരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ദേശവും അവ കാണും. ഒരിക്കൽ നിന്നെ ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെ കുറിച്ച് നീ ഓർക്കും. എണ്ണിയവൻ എവിടെ? കപ്പം തൂക്കി നോക്കിയവൻ എവിടെ? ഗോപുരങ്ങൾ എണ്ണി നോക്കിയവൻ എവിടെ? ദുർഗ്രഹ ഭാഷ സംസാരിക്കുന്ന
മനസ്സിലാകാത്ത ഭാഷയിൽ വിക്കി വിക്കി പറയുന്ന ഗർഭിഷ്ഠരെ നീ ഇനിമേൽ കാണുകയില്ല. നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുവിൻ. പ്രശാന്ത വസതിയും ഉറക്കമില്ലാത്ത കൂടാരവുമായ ജെറൂസലേമിനെ നിന്റെ കണ്ണുകൾ ദർശിക്കും. അതിന്റെ കുറ്റി പിഴുതെടുക്കുകയോ കയർ പൊട്ടിക്കുകയോ ഇല്ല. അവിടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രതാപത്തോടെ വാഴും. തണ്ടുവള്ളങ്ങളും പ്രൗഢിയാർന്ന കപ്പലുകളും കടന്നു വരാത്ത വിസ്തൃതമായ നദികളും തോടുകളും ഏറെയുള്ള സ്ഥലമായിരിക്കും അത്. കർത്താവ് ഞങ്ങളെ ന്യായാധിപനാകുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും. നിന്റെ കയറുകൾ അയഞ്ഞിരിക്കുന്നു. പാമരം ഉറപ്പിക്കാനും പായ് വിരിച്ചു നിർത്താനും അതിനാവുകയില്ല. സമൃദ്ധമായ കൊള്ള മുതൽ പങ്കിടും. മുടന്തനും കൊള്ളവസ്തു കിട്ടും. അവിടത്തെ നിവാസികളിൽ ആരും താൻ രോഗിയാണെന്ന് പറയുകയില്ല. അവരുടെ അകൃത്യങ്ങൾക്ക് മാപ്പ് ലഭിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഫ്രാൻസസോ സേവിയർ കബ്രീനിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. 1850 സന്ത് ആഞ്ചലോ എന്ന നഗരത്തിൽ ഭക്തിയുള്ള മാതാപിതാക്കളിൽ നിന്നും ജനനം. ദിനംപ്രതി വിശുദ്ധ കുർബാനയിലും കുടുംബ പ്രാർത്ഥനകളിലും പങ്കെടുത്തിരുന്ന ജ്യേഷ്ഠത്തി റോസയെ പോലെ ഫ്രാൻസിസും അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടു. അവൾക്ക് താൻ പഠിച്ച മഠത്തിൽ തന്നെ ചേരുവാൻ ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാത്തത് കൊണ്ട് അനാഥശാലയിൽ സേവനം തുടങ്ങി. അനാഥശാല നിർത്തിയപ്പോൾ ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം തിരുഹൃദയത്തിന്റെ മിഷണറി സഹോദരിമാർ എന്ന ഒരു സഭ സ്ഥാപിച്ചു. കോളേജ് കുട്ടികൾക്കായുള്ള ഹോസ്റ്റലുകളും ഇറ്റലിയിലെ പ്രധാന പട്ടണങ്ങളിൽ സഭവക സ്കൂളുകളും സ്ഥാപിച്ചു. ചൈനയിലേക്ക് മിഷണറിയായി പോകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഇറ്റലിയിൽ കുടിയേറ്റക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഫ്രാൻസിസ് 6 സഹോദരിമാരോടൊപ്പം ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു. അവിടെ അനാഥശാല തുടങ്ങാൻ സ്ഥലം ലഭിക്കാത്തത് കൊണ്ട് സ്വദേശത്തേക്ക് മടങ്ങാൻ ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു. എങ്കിലും നഷ്ടധൈര്യയാകാതെ സിസ്റ്റർ ഫ്രാൻസിസ് ശ്രമിക്കുകയും സ്ഥലം ലഭിക്കുകയും ചെയ്തു. 35 വർഷത്തെ പ്രവർത്തനത്തിനിടയ്ക്ക് ദരിദ്രർക്കും പരിത്യക്തർക്കും രോഗികൾക്കുമായി 67 സ്ഥാപനങ്ങളും ഇറ്റാലിയൻ കുടിയേറ്റക്കാർക്ക് വേണ്ടി സ്കൂളുകളും വയോജന വിദ്യാഭ്യാസ സൗകര്യത്തിനും ഏർപ്പെടുത്തി. അവസാനം മലമ്പനി പിടിപ്പെട്ട സിസ്റ്റർ കബ്രീനി താൻ സ്ഥാപിച്ച ചിക്കാഗോയിലെ കൊളംബസ് ആശുപത്രിയിൽ വെച്ചാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. പ്രിയമുള്ളവരെ, തിരുഹൃദയത്തിന്റെ മിഷണറി സഹോദരിമാർ എന്ന സഭയുടെ സ്ഥാപകയായ വിശുദ്ധ ഫ്രാൻസസു സേവിയർ കബ്രീനിയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.